എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഇന്നലെ രാത്രിയിൽ ഒരു പ്രോഗ്രാം കണ്ടു. നമ്മുടെ പഴയ നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന നമ്മൾ തമ്മിൽ പ്രോഗ്രാമിൻ്റെ ഒരു പുതുക്കിയ വേർഷൻ 24-ലാണ്. ശ്രീകണ്ഠൻ നായർ സാറാണ് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. തമ്മിൽ തമ്മിൽ ഇതാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഈ പ്രോഗ്രാമിൽ ഇന്നലത്തെ വിഷയം എന്ന് പറഞ്ഞത് നമ്മുടെ ദീപകിൻ്റെയും ഷിംജിതയുടെയും വിഷയമാണ്. അതിനകത്ത് ദീപകിൻ്റെ അമ്മ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ദീപകിൻ്റെ അച്ഛൻ സംസാരിച്ചു, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ, പിന്നെ രാഹുൽ ഈശ്വർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെയും പേരുകൾ ഓർമ്മയില്ല. അപ്പോൾ അവിടെ വെച്ച് ശരിക്കും സംസാരിക്കാത്ത ശ്രീലക്ഷ്മി പിന്നെ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നിലധികം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ശ്രീലക്ഷ്മി അറയ്ക്കൽ ഈ പറയുന്ന ഷിംജിതയുടെ വിഷയം നടക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഷിംജിതയുടെ നമ്പർ ഉണ്ടെങ്കിൽ തരണം, എനിക്ക് വിളിച്ച് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ഈ പ്രോഗ്രാമിലേക്ക് പോകുന്നതും. ഇന്നലെ ശരിക്കും ആ പ്രോഗ്രാം കണ്ടിട്ട് എന്തിനാണ് ആ പ്രോഗ്രാം വെച്ചതെന്ന് തോന്നിപ്പോയി. കാരണം അവിടെ സംസാര വിഷയം ദീപക്കാണ്, ദീപകിൻ്റെ നീതിയാണ് എന്നും പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ പിന്നെ ആയപ്പോഴേക്കും അത് പുരുഷൻ സ്ത്രീ തമ്മിലടിയായി. അതാണ് കോമഡി. അതായത് രാഹുൽ ഈശ്വർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഒരു സൈഡിൽ നിൽക്കുന്നു, ഈ ശ്രീലക്ഷ്മി അറയ്ക്കലും പിന്നെ വേറൊരു ലേഡിയുണ്ട്, എനിക്ക് അവരുടെ പേരറിയില്ല, അവർ ഉൾപ്പെടുന്ന ഒരു പാനൽ അപ്പുറത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീപകിന് നീതിയാണോ അതോ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണോ? എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി ശ്രീലക്ഷ്മിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ ക്യൂവിന് വള അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി ശ്രീലക്ഷ്മി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയും പോസ്റ്റും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആ വീഡിയോ ജസ്റ്റ് മൊബൈലിൽ പ്ലേ ചെയ്യാം. ഒന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്നലെ ആ പ്രോഗ്രാമിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിംജിത വീഡിയോ എടുത്തത് ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയാണ്, ലൈക്സിന് വേണ്ടിയാണ്, ഷെയറിന് വേണ്ടിയാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ശ്രീലക്ഷ്മി അവിടെ കിടന്ന ഒരു ഘോര വാദമായിരുന്നു. രാഹുൽ ഈശ്വർ ആരാ ഇത് വിധിക്കാൻ? ഷിംജിത ലൈക്കിനും റീച്ചിനും വേണ്ടിയാണ് എടുത്തതെന്ന് എന്താ ഉറപ്പുള്ളത്? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, ദീപക് തെറ്റ് ചെയ്തു എന്നതിനാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാദിച്ചു. തലയിൽ ആൾതാമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആ വീഡിയോ കണ്ടിട്ടുള്ള, ഷിംജിത ഷെയർ ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ, ദീപക് അവിടെ തെറ്റുകാരൻ അല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ആ വീഡിയോ കണ്ടവർക്ക് മാത്രം കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ ശ്രീലക്ഷ്മി എഴുതിയേക്കുന്ന പോസ്റ്റ്, രാഹുൽ ഈശ്വർ അല്ല വിധിക്കേണ്ടത്, ഷിംജിത വീഡിയോ എടുത്തത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണോ അല്ലയോ എന്ന് വിധിക്കാൻ രാഹുൽ ഈശ്വറിന് ഒരു അധികാരവും ഇല്ല, പൊതുജനമല്ല കോടതി. ഇതാണ് ശ്രീലക്ഷ്മി എഴുതിയേക്കുന്നത്. ശ്രീലക്ഷ്മി ജനിച്ചപ്പോഴേ മന്ദബുദ്ധിയായിട്ടാണോ വന്നത്, അതോ ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ ആയതാണോ? അല്ല, എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പൊതുജനമല്ല കോടതി എങ്കിൽ ഷിംജിത എന്തിനാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്? അതിലുപരി അടുത്ത ദിവസം ഷിംജിതയുടെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഷിംജിതയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ദീപക്കും ഷിംജിതയുമായിട്ടുള്ള ബസ്സിനകത്തുള്ള വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം ഷിംജിത ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷിംജിത എന്താ പറഞ്ഞത്? ഇയാളെ പൊതുജനം വിധിക്കണം, ഇയാളുടെ ബന്ധുക്കളും ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളുടെ നാട്ടുകാരും ഇയാളെ തിരിച്ചറിയണം, ഇയാളൊരു സെക്സ് മാനിയാക്കോ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, എനിക്ക് ആ വാക്കൊന്നും ഓർമ്മയില്ല. അത്തരം പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ പൊതുജനവും അതുപോലെ ഇയാളുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇയാളെ തിരിച്ചറിഞ്ഞ് ഇയാളെ തിരുത്തിയാൽ മാത്രമേ ഇയാൾ മാറത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്, അതിന് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തത് എന്നാണ് ഷിംജിത പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ആ വീഡിയോ ഒന്നും വയ്ക്കുന്നില്ല, കാരണം ആ ഫ്രോഡിൻ്റെ ഒന്നും വീഡിയോ ഞാൻ വയ്ക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. പോട്ടെ, അത് വീണ്ടും വെച്ചിട്ട് ദീപക് എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ വീണ്ടും അധിക്ഷേപിക്കുന്നില്ല. അപ്പോൾ ഷിംജിത അങ്ങനെ പറഞ്ഞപ്പോൾ പൊതുജനമല്ല കോടതി എന്ന് ശ്രീലക്ഷ്മി എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? ഷിംജിത പറയുന്നു പൊതുജനമാണ് വിധിക്കേണ്ടതെന്ന്, നിങ്ങൾ തീരുമാനിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ശ്രീലക്ഷ്മി പറയുന്നത് പൊതുജനമല്ല കോടതി എന്ന്. പിന്നെ എന്തിനാണ് അത് ഷെയർ ചെയ്തത്? ആ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പാടില്ലായിരുന്നോ? ഇനി ഷിംജിത പറയുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു അറിയുന്ന പോലീസുകാരനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു. ഈ അറിയുന്ന പോലീസുകാരൻ തന്നെയല്ലേ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ചെക്കപ്പിന് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും പറത്തി ഇടിയിക്കാനും ഒക്കെ സഹായിച്ചത് ഈ പറയുന്ന പോലീസുകാരൻ തന്നെയല്ലേ? അപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. കാരണം ചർച്ചയ്ക്കകത്ത് ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റൊന്നും ഒരു വാലിഡ് പോയിന്റും പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല, ആ ചർച്ച മുഴുവൻ ഞാൻ കണ്ടു. എന്തൊക്കെയോ ഇരുന്ന് വളവളവളാ സംസാരിക്കുന്നു, അതിനപ്പുറം വേറൊന്നും ഇല്ലായിരുന്നില്ല. ഇനി
ശ്രീലക്ഷ്മിയുടെ മറ്റൊരു പോസ്റ്റ്. നമ്മളൊരു ചാനൽ ചർച്ചയിൽ പോയിരുന്നാൽ ഇന്ന് കാണുന്ന സെൻസേഷണൽ കാര്യങ്ങളിൽ വികാരഭരിതമായ പ്രതികരണം നടത്തി അത് ആൺ പെൺ എന്ന ബോക്സിലാക്കി മാറ്റുകയല്ല വേണ്ടത്. സമൂഹം ഇനിയും മുന്നോട്ടാണ് പോകേണ്ടത്, അല്ലാതെ പുറകോട്ടല്ല. നമ്മുടെ നാട്ടിലെ സിസ്റ്റമിക് വീഴ്ചകൾ അഡ്രസ്സ് ചെയ്യാതെ ഒരാളിലേക്ക് മറ്റൊരാളുടെ ആത്മഹത്യയുടെ മൊത്തം ഉത്തരവാദിത്വവും കൊണ്ടുപോയി ഡംപ് ചെയ്യുക എന്നത് ഉത്തരവാദിത്വമില്ലാത്ത കാഴ്ചപ്പാടാണ് എന്നാണ് ഞാൻ ചർച്ചയിൽ പറയാൻ ശ്രമിച്ചത്. ഞാൻ ആ ചർച്ച കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു എഴുത്തിനോട് എനിക്ക് പുച്ഛം മാത്രമേ തോന്നുള്ളൂ. കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കേൾക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരാളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ട് അടിക്കുകയാണ്. അവസാനം എന്തായി? താൻ പറഞ്ഞതും പുറത്തു വരുന്നില്ല, അയാൾ പറഞ്ഞതും പുറത്തു വരുന്നില്ല. ആ ചർച്ച ശരിക്കും പറഞ്ഞാൽ അലമ്പായിരുന്നു, തുറന്നു പറയല്ല, അലമ്പായിരുന്നു. എന്തിനാണ് ഇവർ ചർച്ച തുടങ്ങിയത്? അത് എവിടെ കൊണ്ടെത്തി? ഇതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം. ബാക്കി, ഇന്ന് വികാരഭരിതമായ ആളുകൾ അതിനെ കണ്ട് എന്നെ തെറി വിളിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് സിസ്റ്റത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ഒരു 10 കൊല്ലം കഴിഞ്ഞെങ്കിലും ഇതൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുമെന്ന് പ്രത്യാശിക്കാം. ഞാൻ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ പോലീസുകാർ, ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഒരു കംപ്ലയിൻറ്റുമായിട്ട് പോകുമ്പോഴേക്കും ആ കംപ്ലയിൻറ്റിനോട് ഒരു അവജ്ഞ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദീപകിൻ്റെ വിഷയം തന്നെ, ദീപകിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കംപ്ലയിൻറ്റുമായിട്ട് പോയ സമയത്ത് CI പറഞ്ഞു എന്ന്, ഞാൻ വീഡിയോ കണ്ടു, അതിനകത്ത് ദീപക് തെറ്റുകാരനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന ലെവലിലാണ് CI ആദ്യം സംസാരിച്ചത്. അതിനുശേഷം പൊതുവികാരം, പൊതുജനങ്ങളുടെ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്താണ് കേസെടുത്തതും. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അത് കഴിഞ്ഞിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയുടെ പേരിൽ. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഏകദേശം 4 ദിവസങ്ങൾ സമയമെടുത്തുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പുറത്ത് വന്നിട്ടും 4 ദിവസം കഴിഞ്ഞാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത്. അത് കഴിഞ്ഞ് ഷിംജിത ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് പുറത്തറിയിച്ചിട്ടില്ല. മീഡിയ പറയുന്നു, മീഡിയ വിളിച്ചന്വേഷിക്കുമ്പോൾ CIO SIO ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം വൈകുന്നേരമാണ് ഇവർ അറസ്റ്റ് ചെയ്ത കാര്യം പുറത്ത് വിടുന്നത്, പുറത്തറിയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം മാറണമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് ഷിംജിത തെറ്റുകാരിയല്ല എന്ന് പറയാൻ പറ്റുമോ? പബ്ലിക്കിൽ തെറ്റുകാരാണെന്ന് പറയുമ്പോൾ അത് പബ്ലിക്കിനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരു വിഭാഗം ആൾക്കാർ എവിടെയും ഉണ്ടാവും. ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ നാളൊരു സമയത്ത് ഞാൻ ഒരാളോട് മോശമായിട്ട് പെരുമാറുന്ന പറഞ്ഞൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട മാത്രയിൽ അവൻ പണ്ടേ അങ്ങനെയായിരുന്നു, അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ പണ്ടേ അത്ര മോശക്കാരനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നാൽ ആ വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുന്ന, റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ശ്രീലക്ഷ്മി പറയാൻ ശ്രമിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ്, മൊത്തത്തിൽ മാറണം. മാറേണ്ടത് മാത്രം മാറിയാൽ പോരെ. ആ മാറേണ്ടത് എന്താണ് എന്ന് റെക്ടിഫൈ ചെയ്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ശ്രീലക്ഷ്മി ആ ചർച്ചയ്ക്കകത്ത് ഇരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും തോന്നിയില്ല. ശ്രീലക്ഷ്മിയും ആ കൂടെ ഇരുന്ന ലേഡിയും ഇവർ രണ്ടും മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ സംസാരമൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അല്ല എന്നുള്ളതാണ്. വാലിഡ് പോയിന്റ് ഒന്നും ഞാൻ കേട്ടില്ല. ഇവൻ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ദീപകിൻ്റെ അമ്മ അവിടെ ഉണ്ട്, അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധം പോലും ഇല്ലാതെയാണ് ശ്രീലക്ഷ്മി സംസാരിച്ചത്. പക്ഷേ അതിനകത്ത് രാഹുൽ ഈശ്വർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. വളരെ കണ്ണിങ് ആയിട്ട് ഇവരെയൊക്കെ അടച്ചിരുത്തിയിട്ടുണ്ട്. രാഹുലിനോട് ആ സ്ത്രീ ചോദിച്ചു കാണും, രാഹുലിന് അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോന്ന്. അബ്യൂസ് ചെയ്യപ്പെട്ട ആളുടെ മാനസിക നില രാഹുലിന് അറിയാൻ പറ്റുമോ ചോദിക്കാം. രാഹുൽ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളാണ് കോടതി എന്തുവാണ് ഇത്? നഴ്സറി പിള്ളേരോ? ഇതായിരുന്നു ശ്രീലക്ഷ്മിയുടെ ആദ്യ അവസാനം വരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് മുന്നിലിരിക്കുന്ന പുരുഷന്മാരെല്ലാം എൻ്റെ ശത്രുക്കളാണ്. എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്. പുരുഷന്മാരെല്ലാം ഇവരുടെ ശത്രുക്കൾ, എന്നാൽ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നേ, അതൊക്കെ ചെയ്യ്. അതല്ലാതെ ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നവർ എല്ലാവരും ശത്രുക്കളായിട്ട് കാണുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കുന്നവരെല്ലാവരും ശത്രുക്കളല്ല, ആ വിഷയത്തോടാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയോടാണ് പ്രതികരിക്കുന്നത്. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഇവരങ്ങ് മുദ്ര കുത്തുകയാണ്. ഷിംജിതയെ പറഞ്ഞാൽ മുഴുവൻ സ്ത്രീകളെ പറയുന്നതാണ്. ഷിംജിതയെ മോശമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷിംജിതയെ കുറ്റവാളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം സ്ത്രീകളെയും കുറ്റവാളിയായിട്ട് കാണുന്നതിന് തുല്യമാണ്. എന്തോ ഷിംജിതയാണോ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധീര വനിത?
ആണോ? വേറൊരു ആശാ ഉണ്ണിത്താൻ അഡ്വക്കേറ്റാണ്, അവർ പറയുന്നുണ്ടായിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം, ഇനിയും എടുക്കണം. വേണ്ടെന്ന് പറയുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ നിങ്ങളെ തോണ്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ നിങ്ങളെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണം. പക്ഷേ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതിന് മുൻപ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ചെയ്യണം. പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുക്കാം. ഈ വീഡിയോയിൽ അവൻ്റെ ഫേസ് തൽക്കാലം ഒന്ന് ബ്ലർ ചെയ്തിടാം. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടാവണം, പക്ഷേ പുറത്ത് വിടുമ്പോൾ ഒന്ന് ബ്ലർ ചെയ്ത് വിടാം. ഇപ്പോൾ ഷിംജിത ഷെയർ ചെയ്ത വീഡിയോയ്ക്കകത്ത് അയാളുടെ ഫേസ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതിലുപരി അതൊരു പക്ക മാനിപ്പുലേറ്റഡ് വീഡിയോ ആണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം 2 കട്ടിങ്ങാണ് ഉള്ളത്. ആദ്യത്തെ കട്ടിങ് സെൽഫിയെ പോലെ എടുത്ത് നിൽക്കുന്നു, അതും കുറച്ച് ദൂരെ നിൽക്കുന്നത് ഷിംജിത. 2ാമത്തെ കട്ടിങ്ങിൽ ഷിംജിത അയാളുടെ അടുത്തേക്ക് നിൽക്കുന്നു. എന്നിട്ട് ഇയാൾ ബാഗ് കയ്യിലെടുത്തിട്ട് കൈ ഇങ്ങനെ പൊക്കുമ്പോൾ അത് സ്ലോ മോഷനിൽ, പക്ക സ്ലോ മോഷനിൽ കാണിക്കുന്നു. സ്ലോ മോഷൻ കാണിക്കുമ്പോൾ എന്തായാലും തട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അതിലുപരി അയാൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അയാൾ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ശ്രീലക്ഷ്മി ആ ചർച്ചയിൽ പറഞ്ഞു വെക്കുന്നു, എനിക്കങ്ങനെയല്ല തോന്നിയത്, എനിക്ക് ദീപക് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏത് കണ്ണുകൊണ്ടാണ് ആ വീഡിയോ കണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുന്നത് ആ ചർച്ച നടക്കുമ്പോൾ ഈ ശ്രീലക്ഷ്മി വാക്കുകൾ പറയുമ്പോൾ ദീപകിൻ്റെ അമ്മയും അവിടെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇവർ വികാരപരമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ വികാരം നശിച്ച് സ്വന്തം മകൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊരു അമ്മ അവിടെ ഇരിപ്പുണ്ട്. ആ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവരൊക്കെ എന്നാ ഇനി മാറുന്നത്? പുരുഷന്മാരെല്ലാവരും ഇവരുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം മാറാൻ സാധ്യതയൊക്കെ വളരെ കുറവാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ശ്രീലക്ഷ്മിയുടെ പോസ്റ്റിനെ കുറിച്ച് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ കണ്ടപ്പെടുത്തി സംസാരിച്ചതേ ഉള്ളൂ. പുച്ഛം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.